യേശുവിൻ്റെ നാമത്തിൽ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 131 സങ്കീർത്തനം 1 തിരുവചനം. കർത്താവേ, എൻ്റെ ഹൃദയം അഹങ്കരിക്കുന്നില്ല, എൻ്റെ നയനങ്ങളിൽ നിഗളമില്ല. എൻ്റെ കഴിവിൽ കവിഞ്ഞ വൻകാര്യങ്ങളിലും വിസ്മയാവഹമായ പ്രവൃത്തികളിലും ഞാൻ വ്യാപൃതനാകുന്നില്ല. ഒരു ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് സങ്കീർത്തനത്തിലൂടെ ദൈവം പറയുകയാണ്. അഹങ്കാരമില്ലാത്ത എളിമയുള്ള ഒരു മനുഷ്യനായി ജീവിക്കുക. തന്നെക്കൊണ്ട് കഴിയുന്നതിന് അപ്പുറത്തേക്ക് ചെയ്യാൻ കഴിയാൻ പറ്റാത്തതിനേക്കാൾ വലിയ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതിന് പകരം അതിൽ വ്യാപൃതനാകുന്നതിന് മുമ്പ് ദൈവിക സഹായം നേടുന്നവൻ വിനയത്തോടെ കഴിയുന്നവൻ അവൻ്റെ കൂടെ ആയിരിക്കും ദൈവിക സാന്നിധ്യം ഉണ്ടാകുക. ദൈവാനുഗ്രഹം അവൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും. തൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവത്തിൻ്റെ കരവേലയാണെന്ന് അവൻ മനസ്സിലാക്കുകയും ചെയ്യും. നമ്മളിപ്പോഴായിരിക്കുന്ന അവസ്ഥ എത്ര ഉയരത്തിലാണെങ്കിലും അത് ദൈവത്തിൻ്റെ കരുണയാൽ ദൈവാനുഗ്രഹത്താൽ നമുക്ക് ലഭിച്ചതാണെന്ന് ഉറച്ചു വിശ്വസിച്ച് നമുക്ക് സ്വയം എളിമപ്പെടാം. നമ്മളായിരിക്കുന്ന ആ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ചുറ്റുമുള്ളവരെ ദൈവനാമത്തിൽ അനുഗ്രഹിക്കാം. അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളും ക്രിസ്തുവിൻ്റെ അനുയായികളുമായി മാറും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ. മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ലോക സമാധാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിലെ 830 കോടി മക്കളെയും തിരുഹൃദയത്തിൻ്റെ നമുക്ക് സമർപ്പിക്കാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ദൈവവും ആയ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏക രക്ഷകനായ ദൈവത്തിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.